ഏനാമാക്കൽ റെഗുലേറ്ററിനോട് ചേർന്നുള്ള ബണ്ട് റോഡിലെ ചെളി നീക്കാൻ പഞ്ചായത്ത് അധികൃതർ കർശന നിർദ്ദേശം നൽകിയെങ്കിലും യാത്രക്കാരുടെ ദുരിതം പൂർണ്ണമായും മാറിയിട്ടില്ല. ഏനാമാക്കൽ ഫേസ് കനാലിനു കുറുകെയുള്ള താൽക്കാലിക വളയം ബണ്ട് പൊളിച്ച മണ്ണ് നെഹ്റു പാർക്കിനോട് ചേർന്നുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലത്ത് നിക്ഷേപിക്കുന്നത് മൂലമാണ് റോഡും പരിസരവും ചെളിക്കുണ്ടായത്. ഇക്കാര്യം TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. യന്ത്രസഹായത്തോടെ നീക്കം ചെയ്യുന്ന വെള്ളം ചേർന്ന ചുവന്ന മണ്ണ് ട്രാക്ടറിലാണ് ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലത്ത് നിക്ഷേപിക്കുന്നത്. യാത്രാമധ്യേ ചെളിമണ്ണ് റോഡിലേക്ക് വീണാണ് റോഡിലും നിറയെ ചെളിയായത്. ഇതോടെ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുകയും കാൽനട യാത്ര ദുർഘടവുമായി. കുട്ടികളുടെ പാർക്കിലേക്കുള്ള പ്രവേശന കവാടത്തിന് മുന്നിലും നിറയെ ചെളിയാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും കരാറുകാരനുമായും ചർച്ച നടത്തി ടാങ്കർ ലോറിയിൽ വെള്ളം സംഭരിച്ച് ഇടവിട്ട് റോഡ് കഴുകുവാൻ നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് റോഡിലെ ചെളി പൂർണ്ണമായും പോയില്ലെങ്കിലും കുറവുണ്ട്. വരും ദിവസങ്ങളിലും റോഡ് ഇടവിട്ട് വെള്ളമൊഴിച്ച് കഴുകാമെന്ന ധാരണയിൽ വളയം ബണ്ട് പൊളിച്ച മണ്ണ് മാറ്റുന്ന ജോലികൾ തുടരും. ചെളി മൂലം കുട്ടികളുടെ പാർക്കിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുള്ളതായി പാർക്കിന്റെ കെയർ ടേക്കർ പറഞ്ഞു. TCV പാവർട്ടി.